ഹായ് ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിലായാലും ഫുഡിലായാലും നമ്മളിൽ പലരും പുതുമ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ ഇന്ന് പുതുമയാർന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പോളൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സ്പാനിഷ് പോള ഈസിയായി തയ്യാറാക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളയാണിത്. കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോയാലോ? അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിനു വേണ്ടി 4 മീഡിയം സൈസ് വരുന്ന പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വട്ടത്തിൽ തിന്നാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ തന്നെ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തിന്നാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ പൊട്ടറ്റോയും നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. ഏകദേശം ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ 2 ഭാഗം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 2 ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഏകദേശം 2 മിനിറ്റ് കൊണ്ട് ആയിട്ടുണ്ട്. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ടേക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പൊട്ടറ്റോയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ പേപ്പറിലിട്ട് ഇതിൻ്റെ ഓയിൽ ഒന്ന് ഒപ്പിയെടുക്കണേ. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് മീഡിയം സൈസ് വരുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് കൊത്തി അരിയണേ. സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലോട്ടേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഏകദേശം നല്ലവണ്ണം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഏകദേശം 1-2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം നല്ലവണ്ണം തന്നെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചേർക്കണം കേട്ടോ, എപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊരു നോർമൽ മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം. മസാല തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ടേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത മിക്സ് നമ്മുടെ ഒരു ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാനിലാണോ എടുക്കുന്നത് അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ആദ്യം തന്നെ കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നമ്മൾ ആ മുട്ടൻ്റെ മിക്സ് ഇതിലോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു അടിയിലൊരു ബേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂണോളം ഇതുപോലെ തന്നെ മുട്ടിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ താഴത്തെ ലെയർ ബേസായിട്ട് നമ്മൾ മുട്ട വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ വെച്ച് കൊടുക്കുക. അപ്പോൾ പൊട്ടറ്റോ വെക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഗ്യാപ്പില്ലാതെ അടുക്കടുക്ക വെക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ അടുക്കടുക്ക വെച്ച് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്യാപ്പില്ലാതെ തന്നെ കവർ ചെയ്തെടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തോട്ടേക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള മൊത്തത്തിലുള്ള ഫില്ലിങ്ങും തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് ഇതിന് കറക്റ്റ് അളവാണ് കേട്ടോ. ഞാൻ മൊത്തത്തിൽ തന്നെ എല്ലാ ഭാഗത്തോട്ടേക്കും ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്യാപ്പില്ലാതെ തന്നെ അടുക്കടുക്ക വെച്ച് കൊടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മുഴുവൻ പൊട്ടറ്റോയും ഞാൻ ഇതുപോലെ ഗ്യാപ്പില്ലാതെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ ബാക്കി വന്ന മുട്ടയില്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് മൊത്തത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാ സൈഡ് ഭാഗവും എല്ലാ ഭാഗത്തോട്ടേക്കായിട്ട് വരുന്ന നിലയിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക.
ഇനി നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. നമ്മൾ ഇതുവരെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലോട്ടേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വേറൊരു പാനിലോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിട്ട ഭാഗം കൂടി ഒരു 5 മിനിറ്റും കൂടി നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്പാനിഷ് പോള റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ മൈദയും ബ്രെഡും വെച്ചിട്ടൊക്കെയാണ് പോള തയ്യാറാക്കാറ്. അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് പൊട്ടറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഈ പോള റെഡിയാക്കിയിട്ടുള്ളത്. സ്പാനിഷ് ഓംലേറ്റ് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അതിൽ പൊരിച്ച ചിക്കനും വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്ങും കൂടി ആയാലും അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമ്മൾ ആ ഒരു പൊരിച്ച ചിക്കനൊക്കെ ചേർത്ത് ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല രുചിയാണ്. കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പോളയാണ്. അപ്പോൾ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പാനിഷ് പോള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.